കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിലൊതുങ്ങി. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 2 കോടി രൂപ വകയിരുത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും നടപ്പായിട്ടില്ല. വിഷയം വീണ്ടും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി SNDP യോഗം കോട്ടയം യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. നാഗമ്പടം ക്ഷേത്രമുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ വച്ചാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത്. SNDP യോഗത്തിന്റെ 108 ശാഖകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഗുരുദേവൻ നിർവഹിച്ചതും ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചായിരുന്നു. ഇത്തരം ചരിത്ര സംഭവങ്ങളിലൂടെ ശ്രദ്ധേയമായ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതിക്കായി 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലാണ് 2 കോടി രൂപ അനുവദിച്ചത്. അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന VN വാസവന്റെ ഇടപെടലിലാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. 2026 ഫെബ്രുവരിയിൽ പ്രഖ്യാപനം വരികയും SNDP യോഗം കോട്ടയം യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവ പഠന കേന്ദ്രം, കവി കുമാരനാശാൻ സ്മാരകം, തീർത്ഥാടക വിശ്രമ കേന്ദ്രം, താന്ത്രിക വിദ്യാപീഠം തുടങ്ങിയവയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ സർക്കാരിൻ്റെ ബജറ്റിലും ഇത് സംബന്ധിച്ച് ഒരു പരാമർശവും നടത്തിയില്ല. ഈ വിഷയം വീണ്ടും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് SNDP യോഗം കോട്ടയം യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ പറഞ്ഞു. ഒരു വികസന രേഖ തയ്യാറാക്കിയതിൻ്റെ പ്രഥമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ 2 കോടി രൂപ ബഡ്ജറ്റിൽ കൊള്ളിക്കുകയും അത് ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ട് നിയമസഭാ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തിയ ഒരു സാധനം പിന്നീടാണ് ഇലക്ഷൻ വന്നത്. അതിനുശേഷം ഇപ്പോൾ സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു. അപ്പോൾ ഈ സർക്കാർ വന്നിട്ട് നമ്മൾ ഇപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കും, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് ഇതുവരെ നമുക്കതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുകളും ലഭിച്ചിട്ടില്ല. ശിവഗിരി തീർത്ഥാടനത്തിനായി കോട്ടയം വഴി പോകുന്ന 10,000-കണക്കിന് തീർത്ഥാടകർ നാഗമ്പടം ക്ഷേത്രത്തിലെത്തിയാണ് യാത്ര തുടരുന്നത്. കർക്കിടക വാവുബലിക്ക് 10,000 ഈ ക്ഷേത്രത്തിന് മുന്നിൽ മീനച്ചിലാറ്റിൽ പിതൃതർപ്പണം നടത്താറുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തരുടെ ഇടത്താവളം കൂടിയാണ് ഇവിടം. റെയിൽവേ സ്റ്റേഷൻ, നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാനാകും. ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും നിലവിലിവിടെയുണ്ട്. സർക്കാർ ഫണ്ട് ലഭ്യമാക്കിയാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പദ്ധതി നടപ്പാക്കാനാകുമെന്നാണ് SNDP യോഗം യൂണിയൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ തേന്മാവിൻ ചുവട്ടിൽ വെച്ചാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. ഈ മണ്ണിൽ ഗുരുദേവ പഠന കേന്ദ്രവും താന്ത്രിക വിദ്യാപീഠവും അതേപോലെ കുമാരകവി മ്യൂസിയവും സ്ഥാപിക്കാനുള്ള നീക്കത്തിനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും ഒരു അനക്കവും ഉണ്ടാകാത്തത്. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.